നമ്മളെപ്പോഴും നമ്മളെ നിഅമത്തുകളെ കുറവായി കാണുന്നത് എപ്പോഴാണ്? പണ്ടൊരു ടീച്ചർ സ്കൂളിലെ ബ്ലാക്ക് ബോർഡിൽ ഒരു വൈറ്റ് ചോക്ക് എടുത്തിട്ട് ഒരു കുറിയ വര വരച്ചു. എന്നിട്ട് മക്കളോട് പറഞ്ഞു, കുട്ടികളോട് പറഞ്ഞു, മക്കളെ, ഞാൻ ഈ വരച്ച വരയെ ഈ വരയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്പർശിക്കാതെ, ഇതിന് പരിക്കേൽപ്പിക്കാതെ നിങ്ങൾ ചെറുതാക്കണം. ചെറുതാക്കുമ്പോ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ വരച്ച വരക്ക് ഒരു പോറലേൽക്കാൻ പാടില്ല. ഇതിന്റെ ഏതെങ്കിലും അറ്റം നിങ്ങൾ മായ്ച്ചു കളയാൻ പാടില്ല. ഇതിൽ തൊടാൻ പാടില്ല. ഞാൻ വരച്ച വരയിൽ തൊടാതെ, ഇതിനെ മായ്ക്കാതെ ഞാൻ ഈ ചോക്ക് കൊണ്ട് ഈ കറുത്ത ബോർഡിൽ വരച്ച നേർരേഖയെ നിങ്ങളൊന്ന് ചെറുതാക്കണം. എല്ലാ കുട്ടികളും പരാജയം പങ്കുവച്ച് പഞ്ചപുച്ച മടക്കിയപ്പോ പിന്നിൽ നിന്നൊരു കുട്ടി എണീറ്റ് വന്നിട്ട് പറഞ്ഞു, ടീച്ചറെ, ആ ചോക്കിങ് തരുമെന്ന്. ടീച്ചർ വരച്ച വര ചെറുതാക്കണമെങ്കിൽ ഡസ്റ്ററാണല്ലോ ചോദിക്കേണ്ടത്. പക്ഷെ കക്ഷി ചോദിച്ചത് ചോക്കാണ്. ടീച്ചർ യാതൊരു ആലസ്യവും ഇല്ലാതെ ചോക്ക് കൊടുത്തപ്പോ ആ കുട്ടി ടീച്ചർ വരച്ച വരയുടെ നേരെ മുകളിലായിട്ട് അതിനേക്കാൾ വലിപ്പമുള്ള ഒരു വലിയ വര വരച്ചു. എന്നിട്ട് അവൻ ക്ലാസ്സിൽ പോയിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് അവൻ ധീരനായി വിളിച്ചു പറഞ്ഞു, ഇപ്പൊ ടീച്ചർ വരച്ച വര ചെറുതായില്ലേ? ഞാൻ വരച്ച ദീർഘമായ വരയിലേക്ക് ചേർത്തി നോക്കിയപ്പോ ടീച്ചറുടെ വര ചെറുതായില്ലേ? അപ്പൊ ടീച്ചർ ശാന്തയായി കൈയടിച്ചു, കുട്ടികളും കൈയടിച്ചു. അതായിരുന്നു ശരി. നമ്മൾ ജീവിതത്തിലെ ശരിയെ കണ്ടെത്താൻ നമ്മളെ ജീവിതത്തെ മാത്രം പാകപ്പെടുത്തിയാൽ പോരാ, നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന വലിയ വലിയ പ്രതിസന്ധിയുള്ള ആളുകളുടെ ജീവിതത്തെ കണ്ടെത്തുക കൂടി വേണം. അതാണ് ഇസ്ലാമിന്റെ സൈക്കോളജി.